യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചനചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അബ്രഹാമിൻ്റെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിക്കുമ്പോൾ, അതേ അബ്രഹാം ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതായ ആത്മീകമായ പാഠങ്ങളെക്കുറിച്ചാണ്. അവ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ പകർത്തപ്പെടുമ്പോൾ നമ്മളിൽ ദൈവഹിത പ്രകാരം ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ അനുവർത്തിക്കേണ്ട ധാരാളം ഉപദേശങ്ങൾ, നമ്മൾ പാലിക്കേണ്ട ധാരാളം ദൈവവചന നിയമങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. പക്ഷേ ഇവയെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം തൻ്റെ ദാസന്മാരിലൂടെ പ്രവർത്തിച്ചതായ പ്രവർത്തനങ്ങളിലൂടെയും അതേപോലെ തന്നെ ദൈവദാസന്മാരിലൂടെ നമുക്ക് നൽകുന്നതായ ഉപദേശങ്ങളിലൂടെയും കർത്താവ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചതായ വിലയേറിയ പാഠങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, പലപ്പോഴും നമ്മൾ പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നാണ് കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. എന്നാൽ പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ പഴയ നിയമത്തിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകം തന്നെ പറയുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങളെല്ലാം തന്നെ നമ്മൾ ഇപ്രകാരമുള്ള ദൈവദാസന്മാരിൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കുമ്പോഴാണ്. അതിൽ അബ്രഹാമിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, അബ്രഹാമാണ് വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അതായത് ഒരു വിശ്വാസ ജീവിതം അല്ലെങ്കിൽ ദൈവത്തോടൊപ്പമുള്ള ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് അബ്രഹാമിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ദൈവം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുവാൻ തക്കതായ ആ ആത്മീക അനുഭവത്തിലൂടെ അവനെ കൊണ്ടുവന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അതുതന്നെയാണ് ചിന്തിക്കുന്നത്. അബ്രഹാമിനെ ദൈവം വിളിക്കുന്നതായ വിളി, ആ വിളിയോടൊപ്പം ദൈവം അവന് കൊടുത്തതായ വാഗ്ദത്തങ്ങൾ, ആ വിളിയോട് അബ്രഹാം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് അബ്രഹാം ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചത് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചല്ലോ, ഈ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു, ലോത്തും അവനോടുകൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു. അപ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ഞാൻ നിങ്ങളോട് പറയുണ്ടായല്ലോ, ഈ പുറപ്പെടുക എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ആ പ്രതികരണം നമ്മളിൽ നിന്നും ഉളവാകുന്നതാണ്, അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ദൈവത്തെ അനുസരിക്കുന്നത് നമ്മൾ ആരംഭിക്കുന്നതാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഞാൻ മുമ്പേ നിങ്ങളോട് സംസാരിച്ചതുപോലെ അവൻ വിശ്വാസത്തിലും അതേപോലെ തന്നെ അനുസരണത്തിലും ഓരോ ദിവസവും വളർന്നു വരുന്നവനായിരുന്നു. അപ്പോൾ അബ്രഹാം അപ്രകാരം ദൈവത്തെ അനുസരിച്ച് അവൻ മുന്നോട്ട് പോയി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളൊന്നും നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് തൻ്റെ ജീവിത അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിലയേറിയ പാഠങ്ങൾ ആണ് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അല്പം കൂടെ മുമ്പോട്ട് പോയിട്ട് അബ്രഹാം കനാൻ ദേശത്ത് ചെന്നതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. എന്നിട്ട് 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി. എവിടെ വെച്ച്? കനാൻ ദേശത്ത് വെച്ച് പ്രത്യക്ഷനായി. എന്നിട്ട് അബ്രാമിനോട് ദൈവം പറയുന്നു, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ അബ്രാമിന് കൊടുക്കുന്നല്ല പറഞ്ഞത്, മറിച്ച് നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യമാണ്. ദൈവത്തെ നമുക്ക് അനുഗമിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പോലെ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ അതേ സമയം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളത്. അബ്രഹാമിൻ്റെ കാര്യത്തിൽ ദൈവത്തെ ബഹുമാനിക്കുന്നതായ ഒരു സ്വഭാവം കൈമുതലായി ഉണ്ടായിരുന്ന ഒരു ദൈവദാസനായിരുന്നു അബ്രഹാം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പാഠം, നമ്മൾ ഓരോരുത്തരും ദൈവത്തെ ബഹുമാനിക്കുന്നവരായി തീരണം. പല ആളുകളും ദൈവത്തെ അവഗണിക്കുന്നവരായ ആളുകളുണ്ട്. പല ആളുകളും ദൈവത്തിന് തക്കതായ മഹത്വം കൊടുക്കാത്തതായ ആളുകളുണ്ട്. പല ആളുകളും അവരിൽ തന്നെ പുകഴുന്നതായ ആളുകളുണ്ട്. പക്ഷെ അബ്രഹാം നമ്മെ കാണിച്ചു തരുന്ന ഒരു പ്രധാനപ്പെട്ട മാതൃക, നമ്മൾ ദൈവത്തെ ബഹുമാനിക്കണം. എങ്ങനെയാണ് അബ്രാം ദൈവത്തെ ബഹുമാനിച്ചത്? ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. യാഗപീഠം
ഉൽപ്പത്തി പുസ്തകത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് യാഗപീഠത്തെക്കുറിച്ച് കാണുന്നത്. ഉൽപ്പത്തി 8:20 നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ഈ യാഗപീഠം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ ആളുകൾ ചെയ്തത് ഒന്നുകിൽ മണ്ണൊക്കെ എടുത്ത് കൂട്ടിവെച്ച് അതിൻ്റെ മുകളിൽ വിറകൊക്കെ അടുക്കി ഒരു യാഗവസ്തുവിനെ ദഹിപ്പിക്കുന്നതായ രീതിയായിരുന്നു. എന്നാൽ മറ്റു ചില സന്ദർഭങ്ങളിൽ കല്ലുകളെടുത്ത്, അത് പ്രത്യേകിച്ച് ഷേപ്പൊന്നും കാണത്തില്ല, അത് കയ്യാല പോലെ അടുക്കി ഏതാണ്ട് സ്ക്വയർ രൂപത്തിലാക്കി അതിന്മേൽ ഈ യാഗവസ്തുവിനെ ആടോ അല്ലെങ്കിൽ കാളയോ മറ്റേതെങ്കിലും മൃഗങ്ങളെയോ ഒക്കെ വെച്ച് യാഗമർപ്പിക്കുന്നതായ രീതി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഈ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ യാഗപീഠം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സന്നിധിയാണെന്ന് നമ്മൾ മറന്നു പോകരുത്. അബ്രഹാം യാഗപീഠം പണിതിട്ട് എന്താണ് ചെയ്തത്? നമ്മൾ ഈ 7-ാം വാക്യത്തിൽ താൻ ഒരു യാഗപീഠം പണിതു എന്ന് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. എന്നാൽ യാഗപീഠം പണിതിട്ട് താൻ എന്ത് ചെയ്തു എന്നുള്ളത് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ബഥേലിന് കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാരമടിച്ച് അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് താൻ യാഗപീഠം പണിതത്? ദൈവത്തെ ആരാധിക്കുവാനാണ്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ യാഗപീഠത്തിൽ സംഭവിക്കുമായിരുന്നു. ഒന്നാമതായിട്ട് യാഗവസ്തുവിനെ, അതായത് ഹോമയാഗം എന്നാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, യാഗവസ്തുവിനെ ഈ യാഗപീഠത്തിന്മേൽ വെച്ച് ആ യാഗവസ്തു പ്രതിനിധീകരിക്കുന്നത് ആരാണോ ആ യാഗം അർപ്പിക്കുന്നത് അവരെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവരെ ഈ യാഗപീഠത്തിലേക്ക് വെച്ച് യാഗമാക്കുന്നതിലൂടെ, അതിനെ ദഹിപ്പിക്കുന്നതിലൂടെ ദൈവത്തിന് മുമ്പാകെ ഒരു സമർപ്പണത്തിലേക്ക് ആ വ്യക്തി കടന്നു വരിക. ഒന്നാമതായിട്ട് ആ വ്യക്തി ചെയ്യുന്നത് തൻ്റെ തെറ്റുകളെ ദൈവത്തോട് ക്ഷമയ്ക്കായി യാചിക്കുവാൻ അവൻ ആ യാഗപീഠം ഉപയോഗിക്കുമായിരുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിന് മുമ്പാകെ തന്നെ തന്നെ സമർപ്പിക്കുവാൻ അവൻ ആ യാഗപീഠം ഉപയോഗിക്കുമായിരുന്നു. മൂന്നാമതായിട്ട് അവൻ ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തിന് സകലവിധമായ മഹത്വം കൊടുക്കുവാൻ ഈ യാഗപീഠം ഒരുക്കുന്നതായ ആളുകൾ ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അത് തന്നെയായിരിക്കാം ഇവിടെ അബ്രഹാമിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യത്തോട് പറയാൻ സാധിക്കും 3 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് അബ്രഹാം ദൈവത്തിന് മുമ്പാകെ നീതിമാൻ എന്ന് പറയത്തക്കോണം അവന്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ എടുത്തതായ തീരുമാനങ്ങൾ തെറ്റാണെങ്കിൽ തന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതായ കുറവുകളെ ഒക്കെയും ദൈവസന്നിധിയിൽ ഏറ്റുപറയാനുള്ള, അതേ ദൈവത്തോട് ക്ഷമയാചിക്കാനുള്ള ഒന്നായി അവൻ ആ യാഗവസ്തുവിനെ ഉപയോഗിച്ചു. രണ്ടാമതായിട്ട് തന്നെ ദൈവത്തിന് മുമ്പാകെ വീണ്ടും വീണ്ടും സമർപ്പിക്കുവാൻ അവൻ യാഗപീഠങ്ങളെ പണിതുകൊണ്ടിരുന്നു. മൂന്നാമതായിട്ട് ദൈവത്തിന് അവന് ആരാധന അർപ്പിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇന്ന് നമുക്ക് യാഗപീഠമില്ല, പക്ഷെ ഇന്ന് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയുണ്ട്. അത് സംബന്ധിച്ച ഒരു വാക്യം ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാം വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇത് നമ്മെ കാണിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാനുള്ള ഒരു ആഹ്വാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു ആഹ്വാനം മുഴക്കുന്നത്? അതേ പഴയ നിയമകാലത്തിൽ യാഗപീഠം പണിത് ആളുകൾ ദൈവത്തെ ആരാധിക്കുകയായിരുന്നു. എന്നാൽ പുതിയ നിയമ കാലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു എന്ന ആ മഹാപുരോഹിതൻ എന്നേക്കുമായി നമുക്കൊരു യാഗം അർപ്പിച്ചതുകൊണ്ട് ഇന്ന് നമുക്ക് യാഗങ്ങളുടെ ആവശ്യമില്ല. അതായത് നമ്മുടെ പേർക്ക് നമ്മുടെ സ്ഥാനത്ത് ഒരു ആടിനെയോ ഒരു കാളയോ ഒരു കുറുപ്രാവിനെയോ അർപ്പിച്ച് അതേ ഹോമയാഗം കഴിക്കേണ്ടതായ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ യാഗപീഠം പണിയേണ്ടതായിട്ടില്ല, അൾത്താരകൾ നമ്മൾ ഒരുക്കേണ്ടതായിട്ടില്ല. എന്നാൽ നമ്മുടെ ആൾട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ യാഗപീഠം, നമ്മുടെ ആൾട്ടർ എന്ന് പറയുന്നത് അതെ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാനുണ്ട് എന്ന് പറഞ്ഞതായ ആ കർത്താവിൻ്റെ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് നമ്മൾ അവൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവിടെ 3 കാര്യങ്ങൾ, അതേ യാഗപീഠത്തിന് മുമ്പാകെ സംഭവിച്ച 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ഒന്നാമതായിട്ട് നമ്മൾ ദൈവത്തിന് മുമ്പാകെ നമ്മുടെ പാപങ്ങൾക്കായി ക്ഷമയാചിക്കണം. അതേ നമുക്ക് ഇനിയൊരു യാഗം അർപ്പിക്കാനില്ല. കാരണം എന്നേക്കുമായുള്ള യാഗം കർത്താവ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്നത് വിശ്വാസമാണ്.
വിശ്വസിച്ചുകൊണ്ട്, അതായത് കർത്താവ് യേശുക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച നിമിത്തം എനിക്ക് ദൈവത്തോടുള്ള പാപക്ഷമയുടെ ആ യാചനയ്ക്ക് ദൈവം മറുപടി തരും എന്നുള്ള വിശ്വാസത്താൽ നമ്മൾ ദൈവത്തോട് നമ്മുടെ പാപക്ഷമയ്ക്ക് വേണ്ടി യാചിക്കണം. രണ്ടാമതായിട്ട് നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. അതേ, യാഗത്തിൽ എപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആ യാഗമൃഗത്തെ ആ ബലിപീഠത്തിലേക്ക് വെച്ച് കഴിയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആരാണോ ആ യാഗമർപ്പിക്കുന്നത് അദ്ദേഹത്തെയാണ് ആ മൃഗം പ്രതിനിധീകരിക്കുന്നത്. ആ മൃഗം അവിടെ യാഗമായി തീരുമ്പോൾ, അല്ലെങ്കിൽ ചാരമായി തീരുമ്പോൾ, അത് തീ കൊണ്ട് വെന്തു പോകുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് നമ്മളുടെ, അല്ലെങ്കിൽ ആ ആരാധന അർപ്പിക്കുന്ന ആളുടെ സമർപ്പണമാണ്. ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ സമർപ്പണം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ റോമാലേഖനം 12:1 നമ്മൾ വായിക്കുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മെ തന്നെ ദൈവത്തെങ്കിലേക്ക് സമർപ്പിക്കുന്നതാണ് ആ സബ്മിഷൻ എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം, സാക്രിഫൈസ്, ദൈവത്തെ ആരാധിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയതകളാലും നമ്മൾ ദൈവത്തെ സ്തുതിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതേ, ദൈവം നമുക്ക് നൽകിയതായ നന്മകൾക്കായി നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകാൻ പോകുന്ന നന്മകൾക്കായി, ദൈവപ്രവർത്തികൾക്കായി നാം ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു യാഗപീഠമുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഞാനിന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനിന്ന് താങ്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ 3 കാര്യങ്ങൾ ദിവസം തോറും സംഭവിക്കുന്നുണ്ടോ? ഒന്നാമത്, നിങ്ങൾ നിങ്ങളുടെ പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട്, നിങ്ങളെ തന്നെ നിങ്ങൾ ശരിയായി ദൈവത്തിനു മുമ്പാകെ സമർപ്പിക്കണം. മൂന്നാമതായിട്ട്, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായ നന്മകളെ ഓർത്ത് എല്ലാ ദിവസവും ദൈവത്തിന് നന്ദിയും സ്തോത്രവും ആരാധനയും അർപ്പിച്ച് ദൈവം നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന നന്മകൾക്കായി നിങ്ങൾ ദൈവത്തിന് സ്തോത്രം കരയറ്റണം. അങ്ങനെയുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അബ്രാമിനെ പോലെ തന്നെ നമ്മളും എപ്പോഴും യാഗപീഠം ഒരുക്കുന്നവരായിരിക്കും. നോക്കൂ, പ്രത്യേക സന്ദർഭങ്ങളിലാണ് ഈ യാഗപീഠങ്ങൾ ഒരുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ പ്രവർത്തിക്കുന്ന സമയങ്ങളെല്ലാം തന്നെ നമ്മൾ യാഗപീഠങ്ങൾ പണിയണം. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്, ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും, ഉദാഹരണത്തിന് കനാനിൽ എത്തിയപ്പോൾ, പിന്നീട് ബഥേലിൽ എത്തിയപ്പോൾ, അതേ പിന്നീട് മോറിയയിൽ എത്തിയപ്പോൾ, അവിടെ എല്ലാം തന്നെ അബ്രഹാം ഓരോരോ സ്ഥലങ്ങളിലും യാഗപീഠങ്ങളെ പണിയുമായിരുന്നു. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും നമ്മൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ എപ്പോഴും അബ്രഹാമിനെ പോലെ യാഗപീഠങ്ങളെ ഒരുക്കുന്നവരായി തീരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് സംഭവിപ്പാൻ ഇടയാക്കണം. ഈ വചന നിമിത്തം അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ രൂപാന്തരങ്ങൾ ഈ ദിവസങ്ങൾ ഉണ്ടാകട്ടെ. അവർ ദൈവത്തിന് മുമ്പാകെ അംഗീകരിക്കപ്പെടുന്നവരും, അതേ ദൈവത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നവരും, ദൈവത്തെ ആരാധിക്കുന്നവരും, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരുമായി തീരുവാൻ എന്നെ കേൾക്കുന്ന എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. ഈ വചനം കേട്ട ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ആത്മീയമായ കൂട്ടായ്മയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.